എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. 2023 BSA എന്ന് പറയും. പുതുതായി നിലവിൽ വന്ന 3 നിയമങ്ങൾ BNS, BNSS, BSA. അതിലൊന്നാണ് BSA, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2023. അതുപോലെ BSA ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ഈ നിയമം മാത്രമല്ല, മറ്റു 2 നിയമങ്ങളും BNS ആയാലും BNSS ആയാലും ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കിയത്. ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കി. ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അടുത്തത് ഈ BSA നിലവിൽ വന്നത് എന്ന് ആ ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ. 2024 ജൂലൈ 1 BSA നിലവിൽ വന്നതെന്നാണ്. 2024 ജൂലൈ 1. BSAയുടെ ഘടന, വകുപ്പുകൾ 170. അപ്പൊ BSAയുടെ ഘടനയിൽ എത്ര വകുപ്പുകളുണ്ട്? 170 വകുപ്പുകൾ. 4 ഭാഗങ്ങൾ. പാർട്ടുകൾ എത്രയാണ്? 4 ആണ്. അധ്യായങ്ങൾ എത്രയാണ്? 12 അധ്യായം എത്രയാണ്? 12. അപ്പോൾ 2024 ജൂലൈ 1 BSA നിലവിൽ വന്നത്. BSAയുടെ ഘടന എന്ന് പറഞ്ഞാൽ 170 വകുപ്പുകളാണ്. ഭാഗങ്ങൾ 4 അധ്യായം 12. ഇതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇനി ചാപ്റ്റർ 1 പ്രിലിമിനറി. അതിൽ ചുരുക്കപ്പേരും പ്രയോഗക്ഷമതയും പ്രാരംഭവും, അല്ലെങ്കിൽ ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. ഈ ആക്ട് അറിയപ്പെടുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്നാണ്. അപ്പൊ ഈ ആക്ട് അറിയപ്പെടുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇവിടെ പറയുന്നത് കോർട്ട് മാർഷൽ ഉൾപ്പെടെ ഏതെങ്കിലും കോടതിയിലോ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയൊക്കെ ബാധകമാകും? കോർട്ട് മാർഷൽ, അതായത് ഈ സൈനിക കോടതികൾ ഇത് ബാധകമാണ്. പിന്നെ കോടതിക്ക് മുമ്പാകെ എല്ലാ ജുഡീഷ്യൽ നടപടികൾക്കും ഈ നിയമം ബാധകമാണ്. മനസ്സിലായോ? അപ്പോൾ കോർട്ട് മാർഷൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കോടതിയിലോ കോടതിക്ക് മുമ്പാകെയുള്ള ജുഡീഷ്യൽ നടപടി എന്ന് വെച്ചാൽ കോടതി നടപടികൾ ജുഡീഷ്യൽ നടപടിയാണ്. ഈ നിയമം ബാധകമാണ്. എന്നാൽ ഏതെങ്കിലും കോടതിയുടെയോ ഓഫീസറുടെയോ മുമ്പാകെ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിലോ ഒരു മധ്യസ്ഥന്റെ മുമ്പാകെയുള്ള നടപടികൾക്കോ ഇത് ബാധകമല്ല. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് ബാധകമാകുന്നത് എവിടെ എന്ന് ചോദിച്ചത് ഇതാ പിടിച്ചോളൂ, നന്നായിട്ട് അങ്ങ് പഠിച്ചോ. കോർട്ട് മാർഷൽ ഉൾപ്പെടെ ഏതെങ്കിലും കോടതിയിലോ കോടതിക്ക് മുമ്പാകെയുള്ള എല്ലാ ജുഡീഷ്യൽ നടപടികൾക്കും ഈ നിയമം ബാധകമാണ്. എന്നാൽ ഏതെങ്കിലും കോടതിയുടെയോ ഓഫീസറുടെയോ മുമ്പാകെ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിലോ ഒരു മധ്യസ്ഥന്റെ മുമ്പാകെയുള്ള നടപടികൾക്കും ഇത് ബാധകമല്ല. മനസ്സിലായോ? ഇത് ബാധകമല്ലാത്ത എവിടെയാണ്? ഏതെങ്കിലും കോടതിയുടെയോ ഓഫീസറുടെയോ മുമ്പാകെ സമർപ്പിക്കുന്ന സത്യവാങ്മൂലം, അഫിഡവിറ്റ്സ്, അല്ലെങ്കിൽ മധ്യസ്ഥന്റെ മുമ്പാകെ ഉള്ള നടപടികൾക്കോ ഇത് ബാധകമല്ല. അപ്പൊ ഇത് ബാധകമാകുന്നത് എവിടെയെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. പിന്നെ പട്ടാള കോടതികൾക്കും ഇതിന് ബാധകമാണ്. ഈ നിയമം ബാധകമാണ്. ഇനി ഇത് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇത് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നതുമാകുന്നു. അപ്പോൾ ഇത് എന്ന് മുതൽ നിലവിൽ വന്നു? കേന്ദ്ര സർക്കാർ ഗസറ്റ് വഴി വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നു. അപ്പോൾ 1ാമത്തെ സെക്ഷൻ പക്കയായോ? നമുക്കറിയാം എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു? 170 സെക്ഷനാണ്. എന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരുന്നപ്പോൾ 167 സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 11 ചാപ്റ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 3 പാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ 3 ഭാഗങ്ങൾ? എന്ന് ചോദിച്ചാൽ ഭാഗം 1 പ്രസക്തം എന്ന് പറയും, പ്രിലിമിനറി എന്ന് പറയും. ഭാഗം 2 റെലവൻസി ഓഫ് ഫാക്ട്സ് എന്ന് പറയും, വസ്തുതകളുടെ പ്രസക്തി. ഭാഗം 3 ഓൺ പ്രൂഫ് അല്ലെങ്കിൽ തെളിവിനെ സംബന്ധിച്ച്. ഭാഗം 4 തെളിവ് ഹാജരാക്കലും അതിന്റെ ഫലവും എന്നാണ്. ഈ 4 ഭാഗവും പഠിക്കണം. ഇനി ഡെഫിനിഷൻസ്, നമ്മൾ ഡെഫിനിഷൻസിലേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് എവിടെയാണ്? ഡെഫിനിഷൻസിലേക്കാണെന്ന് ഓർമ്മിക്കുക. അതിൽ D ഫോർ ഡോക്യുമെന്റ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് ഡോക്യുമെന്റ്? അപ്പൊ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ രേഖ എന്നാണ്. മലയാളത്തിൽ രേഖ എന്ന് പറയും. അപ്പൊ രേഖ എന്നാൽ എന്താണ്? ഏതൊരു കാര്യമാണോ ആ കാര്യം രേഖപ്പെടുത്തുന്ന ആവശ്യത്തിന്. ഇപ്പോ നിങ്ങൾ ഇതിലെ സെന്റൻസ് ഒന്നും കണ്ട് ഭയപ്പെടേണ്ട. ആ ഏതൊരു കാര്യമാണോ, ഏതെങ്കിലും ഒരു കാര്യം രേഖപ്പെടുത്തുന്ന ആവശ്യം, ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ഉപയോഗിക്കാവുന്നതായ അക്ഷരങ്ങളോ. അപ്പൊ രേഖ എന്ന് പറഞ്ഞാൽ എഴുതിയതാകാം,
അക്കങ്ങളിലുള്ളതാകാം, അടയാളങ്ങളിലുള്ളതാകാം. ഇതെല്ലാം രേഖ. കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന അക്ഷരങ്ങളിലുള്ളതാകാം, അക്കങ്ങളിലുള്ളതാകാം, അടയാളങ്ങൾ മുഖേന ഉള്ളതെല്ലാം രേഖ എന്ന് പറയുന്നു. അവയിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ഏതെങ്കിലും പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഇതിനെ വെച്ചിട്ട് നമ്മൾ വിവരിക്കണം. ഈ നമ്മുടെ കയ്യിലുള്ള അക്ഷരങ്ങളോ അക്കങ്ങളോ അടയാളങ്ങളോ വെച്ച് നമ്മൾ എന്തിനാണ് വിവരിക്കണം. മറ്റു ചെയ്തിട്ടുള്ള വിധത്തിൽ രേഖപ്പെടുത്തുകയോ എന്നർത്ഥമാകുന്നു. അഥവാ ഇലക്ട്രോണിക് രൂപത്തിലുള്ളതും രേഖ. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ മനസ്സിലാകാൻ നോക്കേണ്ടത് ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന മാത്രം നിങ്ങൾ നോക്കുക. D രേഖ. ഡോക്യുമെന്റ്. അക്ഷരങ്ങൾ, അക്കങ്ങൾ, അടയാളങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിലുള്ളതും എല്ലാം രേഖയാണെന്ന് അറിഞ്ഞാൽ മതി. എഴുതപ്പെട്ടത് രേഖയാകുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ BSCയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇപ്പോൾ കാണാതെ പഠിക്കേണ്ടി വരും, സെന്റൻസ് ഉൾപ്പെടെ. അപ്പൊ എഴുതപ്പെട്ടത് രേഖയാകുന്നു, അച്ചടിച്ചത് രേഖയാകുന്നു, ലിത്തോഗ്രാഫ് ചെയ്തത് രേഖയാകുന്നു, ഫോട്ടോഗ്രാഫ് ചെയ്തത് രേഖയാകുന്നു. ഭൂപടവും പ്ലാനും ഒരു രേഖയാണ്. ലോഹത്തകിടിലോ ശിലയിലോ ആലേഖനം ചെയ്തത് ഒരു രേഖയാണ്. ഹാസ്യചിത്രം പോലും ഒരു രേഖയാണ്. കാരിക്കേച്ചർ ഒരു രേഖയാണ്. അതുപോലെ ഇമെയിലുകൾ, സെർവർ ലോഗുകൾ, കമ്പ്യൂട്ടറിലെയോ ലാപ്ടോപ്പിലെയോ സ്മാർട്ട് ഫോണിലെയോ ഡോക്യുമെന്റുകൾ കൂടാതെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ, വെബ്സൈറ്റുകൾ, ലൊക്കേഷൻ തെളിവുകൾ, വോയിസ് മെയിൽ സന്ദേശങ്ങൾ എന്നിവ ഇലക്ട്രോണിക് റെക്കോർഡ്. അപ്പം എന്തൊക്കെ രേഖകളാകാം? എഴുതപ്പെട്ടത്, അച്ചടിച്ചതോ, ലിത്തോഗ്രാഫ് ചെയ്തതോ, ഫോട്ടോഗ്രാഫ് ചെയ്തതോ. ഭൂപടം പ്ലാൻ രേഖയാണ്. ലോഹത്തകിടിൽ കൊത്തിയത് രേഖയാണ്. ഹാസ്യചിത്രം രേഖയാണ്. ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് രൂപത്തിലുള്ളത് രേഖയാണ്. ഇനി എവിഡൻസ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് അല്ലെങ്കിൽ തെളിവ്. എന്താണ് എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് എന്ന് ചോദിച്ചാൽ വിചാരണയിലിരിക്കുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ സംബന്ധിച്ച കോടതിക്ക് മുമ്പാകെ സാക്ഷികളെ പ്രസ്താവിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് തെളിവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വിചാരണയിലിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ വിചാരണ നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ കോടതി മുമ്പാകെ സാക്ഷികളെ പ്രസ്താവിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഇലക്ട്രോണിക് പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്താവനകളും ഓറൽ എവിഡൻസ് എന്ന് പറയുന്നു. അപ്പോൾ എവിഡൻസിന് നമുക്ക് എന്തൊക്കെ പറയാം? കോടതി മുമ്പാകെ ഒരു സാക്ഷി നേരിട്ട് പറയുന്നത് ഓറൽ എവിഡൻസ്, വായ്മൊഴിയാൽ പറയുന്നത് ഓറൽ എവിഡൻസ്. എപ്പോഴാണ് ഒരു സാക്ഷി അവിടെ മൊഴി കൊടുക്കുന്നത്? ആ സാക്ഷിക്ക് എന്ത് ചെയ്യുമ്പോൾ, ഏതെങ്കിലും വിചാരണ നടക്കുമ്പോഴോ മറ്റോ തെളിവായി ആ സാക്ഷി വായ്മൊഴിയായി പറയുന്നത് ഒരു തെളിവാണ്. ഇനി കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന ഇലക്ട്രോണിക് രൂപത്തിൽ ഉൾപ്പെട്ട എല്ലാ രേഖകളും തൊട്ടു മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഈ വസ്തുതകളെല്ലാം നമ്മൾ കോടതിയിൽ ഹാജരാക്കും. അതും ഒരു രേഖ. കോടതിയിൽ തെളിവ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്ന ഓറൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള എല്ലാം രേഖകളാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പതുക്കെ നോക്കിയാൽ മതി. അതുപോലെ ഫാക്ട്. ഫാക്ട് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത എന്നാണ്. എന്താണ് വസ്തുത? നമുക്കൊരു വസ്തുത മനസ്സിലാക്കാൻ വേണ്ടതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പോൾ അതിൽ വേണ്ടത് ഇന്ദ്രിയഗ്രാഹ്യമായ ഏതെങ്കിലും സംഗതി, നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ച ഏതെങ്കിലും സംഗതി. ഇന്ദ്രിയങ്ങൾ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, സ്മെൽ ചെയ്യുക, അല്ലെ, ടേസ്റ്റ് ചെയ്യുക, ടച്ച് ചെയ്യുക. ഇതിലൂടെ നേടിയെടുത്ത ഒരു വസ്തുതയാണ്. ഏതെങ്കിലും വ്യക്തിക്ക് ബോധമുള്ള മാനസികാവസ്ഥയും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ചതൊരു വസ്തുതയാണ്. അതുപോലെ ബോധമുള്ള ഏതെങ്കിലും മാനസികാവസ്ഥ, ഒരു ബോധമുള്ള അവസ്ഥയിൽ ഒരാൾ പറയുന്നതും കണ്ടതും ഒക്കെ വസ്തുതകളാണ്. ഞാൻ പറയുന്നു, ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഹെഡിങ് ഗ്രീൻ ലെറ്ററാണ്, അതൊരു വസ്തുതയാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് യെല്ലോ ആണ്, അതൊരു വസ്തുതയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളും അംഗീകരിക്കുന്നതാണ്, അതൊരു വസ്തുതയാണ്. ഒരു സ്ഥലത്ത് ഒരു ക്രമത്തിൽ ചില വസ്തുക്കൾ അടുക്കി വെച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇപ്പം ലൈബ്രറിയിൽ പോകുമ്പോൾ അവിടെ പുസ്തകം അടുക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത് സത്യമല്ലേ? ആണ്. ഒരാൾ എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തു എന്നതൊരു വസ്തുതയാണ്. നമ്മളൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വസ്തുതയാണ്. ഇനി മായ്ച്ചു കളയാൻ പറ്റില്ല, കണ്ടുപോയി. ഒരാൾ ചില വാക്കുകൾ പറഞ്ഞു എന്നതൊരു വസ്തുതയാണ്. ഒരാൾ പറഞ്ഞു പോയി, ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തു പോയി, അതൊരു വസ്തുത. ഒരാൾ വണ്ടി കൊണ്ട് ഒരാളെ ഇടിച്ചു, അതൊരു വസ്തുത. ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഒരു നിർദ്ദിഷ്ട എന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ടയും സെയിം തന്നെയാണ്. നിർദ്ദിഷ്ട സമയത്ത് ഏതെങ്കിലും ഒരു അനുഭൂതിയെക്കുറിച്ച് ബോധവാനാണെന്നോ ആയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഒരു നിർദ്ദിഷ്ട സമയത്ത് ഏതെങ്കിലും ഒരു അനുഭൂതിയെക്കുറിച്ച് ബോധവാനാണെന്നോ ആയിരുന്നു എന്നോ ഉള്ളത് ഒരു വസ്തുതയാണ്. ഓക്കെ, അതായത് അയാൾ ആ സമയത്ത് ഞാൻ വേറൊരു ലോകത്തായിരുന്നു, പക്ഷേ ഞാൻ മനസ്സിലായി അയാൾ എന്ത് പറഞ്ഞാലും അതൊരു വസ്തുത തന്നെയാണ്. ഞാൻ അനുഭൂതി, ഞാൻ എന്താണ്, ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ ആയിരുന്നു, അത് കണ്ടു, ഇതെല്ലാം ഒരു വസ്തുതയാണ്. ടു ക്ലോസ് ജി ഫാക്ട്സ് ഇൻ ഇഷ്യൂ, വിവാദ വസ്തുത. അപ്പൊ വസ്തുതയിൽ എന്തെങ്കിലും തർക്കം വരുമ്പോഴാണ് അത് വിവാദ വസ്തുത ആയി മാറുന്നത്. ഏതൊരു വസ്തുതയിൽ നിന്ന് സ്വയമേ അല്ലെങ്കിൽ വസ്തുത, ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞത് മറ്റൊരാൾ അംഗീകരിച്ചാൽ അത് ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാളെ തർക്കിച്ചാൽ അത് വിവാദ വസ്തുതയായി. അപ്പോൾ ഏതൊരു വസ്തുതയിൽ നിന്ന് സ്വയമേ അല്ലെങ്കിൽ മറ്റു വസ്തുതകളുമായി ചേർന്നാണോ ഏതെങ്കിലും വ്യവഹാരത്തിലോ നടപടിയിലോ ദൃഢാഖ്യാനം ചെയ്തിട്ടുള്ളതോ നിഷേധിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും അവകാശത്തിൻ്റെയോ ബാധ്യതയുടെയോ അല്ലെങ്കിൽ, അപ്പോൾ ഏതൊരു വസ്തുതയിൽ നിന്ന് സ്വയമേ അല്ലെങ്കിൽ, അപ്പോൾ ഒരു വസ്തുതയിൽ നിന്ന് സ്വയമേ വരുന്ന സാധനം, അതാണ് വിവാദ വസ്തുത. ഏതെങ്കിലും വ്യവഹാരം, കച്ചവടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ ഒരാൾ ചെയ്തിട്ടുള്ളതാകാം, ഒരാൾ നിഷേധിച്ചിട്ടുള്ളതാകാം. അപ്പോഴാണല്ലോ വിവാദം വരുന്നത്. ഒരാൾ പറഞ്ഞു അത് ചെയ്തോ, ഇല്ല, അപ്പം വിവാദം. ഒരാൾ പറഞ്ഞു അത് ചെയ്തു, മറ്റൊരാളോട് ഞാൻ ചെയ്തില്ല. അങ്ങനെ തർക്കം വരുമ്പോഴാണ് വിവാദ വസ്തുത എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും അവകാശത്തിൻ്റെയോ ബാധ്യതയുടെയോ പേരിലും വരാം. ഇനി ടു ക്ലോസ് കേസ്, റിലവൻ്റ് അല്ലെങ്കിൽ പ്രസക്തം. റിലവൻ്റ് അല്ലെങ്കിൽ പ്രസക്തം. വസ്തുതകളുടെ പ്രസക്തിയെ സംബന്ധിച്ച് ഈ അധീനിയത്തിലെ വ്യവസ്ഥകളിൽ പരാമർശിക്കപ്പെട്ട മാർഗങ്ങളിൽ ഏതിലെങ്കിലും കൂടി ഒരു വസ്തുത, ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചോളണം, ഒരു വസ്തുത മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, അത് മറ്റേതിന് പ്രസക്തമാണെന്ന് പറയപ്പെടുന്നു. ഒരു വസ്തുത മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റേ, ഉദാഹരണം, ഇവരടുത്ത് ഇടിവെട്ടിയാണ് ഒരു പ്രശ്നം ഉണ്ടായെന്ന് ഒരാൾ പറയുന്നു. അപ്പോൾ മറ്റാൾ നല്ല ഇടിവെട്ടിയിട്ടല്ല പ്രശ്നമുണ്ടായെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പറയാം ഇടിവെട്ടും മുമ്പ് തെളിയിക്കാൻ എന്തുണ്ട്, അപ്പോൾ അവിടുത്തെ ക്യാമറയിൽ ഒരു മിന്നലുണ്ടായിരുന്നു. അപ്പോൾ ആ മിന്നലുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഇടിയെ തെളിയിക്കാം. കാരണം മിന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇടി വെട്ടാം. അപ്പോൾ മനസ്സിലായില്ലോ, ഇടിയുടെ ശബ്ദം മിന്നലിന് ശേഷമാണ് ഉണ്ടാകുന്നത് തന്നല്ലോ. അപ്പം മിന്നലുണ്ടെങ്കിൽ അടുത്ത ഇടി ഉണ്ട് എന്നുള്ള വസ്തുത വെച്ച് നമുക്ക് തെളിയിക്കാം. അത് ഒരു വസ്തുത മറ്റേതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതാണ്. മിന്നൽ എന്ന വസ്തുത ഇടിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെയാണ് തെളിയിക്കുന്നത്. ഇപ്പം ഇയാൾ കണ്ട് ഈ ചുവന്ന ഷർട്ടാണ് പോകുന്നത്, തിരിച്ചു വന്നപ്പോൾ ഇയാൾ അന്ന് കൊലപാതകം ചെയ്ത വ്യക്തി നോക്കിയപ്പോൾ റെഡ് ഷർട്ട് ഇട്ട ഒരാളെ കണ്ടു, ആ സ്ഥലത്ത് ഇയാൾ കണ്ടു, ഇപ്പൊ ചുവന്ന ഷർട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കണക്ഷനാണ്, ഒന്ന് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമ്മൾ നേരെ സെക്ഷനിലേക്ക് പോകുന്നു. സെക്ഷൻ 22, കൺഫെഷൻ അല്ലെങ്കിൽ കുറ്റസമ്മതം എന്നാൽ എന്ത്? അതായത് വളരെ പ്രധാനമാണ്. ഇതിൽ നിന്ന് പരീക്ഷ ഒരുപാട് ചോദിക്കുന്നു. പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ. പ്രചോദനം ഉണ്ടാകാൻ പാടില്ല, ഭീഷണി ഉണ്ടാകാൻ പാടില്ല, നിർബന്ധം ഉണ്ടാകാൻ പാടില്ല, വാഗ്ദാനം ഉണ്ടാകാൻ പാടില്ല. വഴിയുണ്ടായ കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ അപ്രസക്തമാണ്. ക്രിമിനൽ നടപടി നടത്തുന്ന സമയത്ത് ഇത് അപ്രസക്തമാണ്. ശ്രദ്ധിച്ചോളൂ, പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ വഴിയുണ്ടായ കുറ്റസമ്മതം ക്രിമിനൽ നടപടി എപ്പോൾ അപ്രസക്തമാണ്? കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ നടത്തുന്ന കുറ്റസമ്മതം ശ്രദ്ധിച്ച് പഠിച്ചോളണം. ഒരാളുടെ എതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു, അയാൾ എന്ത് നടത്തുന്നു, കുറ്റസമ്മതം നടത്തുന്നു. ആ കുറ്റസമ്മതം നടത്തിയത് കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് എതിരെയുള്ള ചാർജുമായി ബന്ധപ്പെട്ടതും അധികൃത സ്ഥാനത്തുള്ള ഒരാളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ ആ കുറ്റസമ്മതം നടത്തിയത് കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് എതിരെയുള്ള ചാർജുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെയാണ് അത് വരുന്നത്. ആ കുറ്റസമ്മതം അയാൾ പറയുമ്പോൾ അയാൾക്കെതിരെ തന്നെ അത് വരും, ഉറപ്പാണ്. അയാൾ ആ കുറ്റസമ്മതത്തിൽ അയാൾക്കെതിരെ തന്നെ അത് വരും. അധികൃത സ്ഥാനത്തുള്ള ഒരാളിൽ നിന്നുണ്ടായിട്ടുള്ളതും ഒരു മേലുദ്യോഗസ്ഥനായ ഒരു മേളിൽ നിന്ന് ഒരാളുടെ ഭീഷണിയിലൂടെയാണ് അയാൾ പറയുന്നത്. അത് ചെയ്യുന്നത് കൊണ്ട് അയാൾക്കെതിരെയുള്ള നടപടികൾ സംബന്ധിച്ച് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നോ, അപ്പോൾ ഇത് പറഞ്ഞാൽ, ഈ കുറ്റസമ്മതം പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ലൗകിക സ്വഭാവത്തോടു കൂടിയ എന്തെങ്കിലും ദോഷം ഒഴിവാക്കാമെന്നോ പറയാണ്. നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും അല്ലെങ്കിൽ നിനക്കുള്ള ദോഷം ഞാൻ ഒഴിവാക്കാമെന്നോ കരുതുവാൻ ന്യായമാണെന്ന് തോന്നുന്ന കാരണങ്ങളാൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് നൽകുവാൻ കോടതിയുടെ അഭിപ്രായത്തിൽ മതിയാവുന്നതുമായ ഏതെങ്കിലും പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ വഴി ഉണ്ടായതാണെന്ന് കോടതിക്ക് തോന്നുന്നുവെങ്കിൽ അത് അപ്രസക്തമാണ്. അപ്പോൾ
ഒരാൾ ഏതെങ്കിലും ഭീഷണിയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഭയപ്പെട്ടോ ആണ് ആ കുറ്റസമ്മതം നടത്തുന്നുവെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ കുറ്റസമ്മതം അപ്രസക്തമാകുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുവാൻ പാടില്ല. എന്നാൽ ഒരു കുറ്റസമ്മതം അങ്ങനെയുള്ള അത്തരം പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ പൂർണ്ണമായും നീക്കപ്പെട്ടതിന് ശേഷമാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അത് പ്രസക്തമാണ്. നടത്തിയതായിട്ടുള്ളതാണെന്ന് കോടതിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രസക്തം. അപ്പോൾ ഈ ഭീഷണിയും പ്രചോദനമോ ഒന്നുമില്ല എന്ന് കോടതിക്ക് തോന്നിയാൽ അത് പ്രസക്തമാണ്. ഓക്കെ. ഇനി അയാൾ ഉത്തരം പറയേണ്ടതില്ലായിരുന്ന ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ രൂപം എന്തു തന്നെയായിരുന്നാലും ഉത്തരമായിട്ടാണ് നടത്തിയതെന്നുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റസമ്മതം നടത്തുവാൻ അയാൾ ബാധ്യസ്ഥനല്ലെന്നും അതിനെക്കുറിച്ച് അയാൾക്കെതിരെ, അപ്പൊ ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റ് നടത്തുമ്പോൾ മജിസ്ട്രേറ്റ് അയാളോട് പറയുകയാണ്, നിങ്ങൾ ഈ കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല. അങ്ങനെ നിങ്ങൾ കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ ഈ കുറ്റസമ്മതം നാളെ നിങ്ങൾക്കെതിരെ ഞാൻ തെളിവായി സ്വീകരിക്കും എന്ന് പറയുന്നു. അല്ലേ? പക്ഷെ ഇത് പറയാൻ മജിസ്ട്രേറ്റ് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതൊന്നും അപ്രസക്തമാകുന്നില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അപ്രസക്തമാകുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം പ്രസക്തമാണെന്നാണ്. ഒന്നുകൂടെ പറയാം. അയാൾ ഉത്തരം പറയേണ്ടതില്ലായിരുന്ന ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ രൂപം എന്ത് തന്നെ ആയിരുന്നാലും അയാൾ അറിയാതെ പറഞ്ഞുപോയി. അയാൾ പറയാതിരിക്കേണ്ട ആ ചോദ്യത്തിനും അയാൾ ഉത്തരം പറഞ്ഞുപോയി. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റസമ്മതം നടത്താൻ അയാൾ ബാധ്യസ്ഥനല്ലെന്നും ഈ മജിസ്ട്രേറ്റ് അയാളോട് പറയേണ്ടതല്ലേ? നമ്മൾ BNSS പഠിച്ചതുപോലെ നിങ്ങൾ ഈ ഉത്തരം പറയേണ്ട, നിയമമനുസൃതമായി നിങ്ങൾ കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല എന്ന് പറയണം. പക്ഷെ മജിസ്ട്രേറ്റ് അത് പറഞ്ഞില്ല. അതുകൊണ്ട് മാത്രം അയാൾ പറഞ്ഞത് അപ്രസക്തമാകുന്നില്ല. പറഞ്ഞില്ല എന്നൊന്നും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞത് സ്വീകരിക്കും. അയ്യോ, എന്നെ ശിക്ഷിക്കല്ലേ, ഞാൻ അറിയാതെ പറഞ്ഞു, മജിസ്ട്രേറ്റ് എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇത് അപ്രസക്തമാകൂ എന്ന് ചോദിച്ചാൽ അപ്രസക്തമാകില്ല. അയാൾ പറഞ്ഞത് എടുക്കുക തന്നെ ചെയ്യും. 23 കൺഫെഷൻ ടു പോലീസ് ഓഫീസർ. 2 ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻ കണ്ടു. ഇതിലെ 2 ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലവണ്ണം പഠിക്കണം. കൺഫെഷൻ ടു പോലീസ് ഓഫീസർ. പോലീസ് ഉദ്യോഗസ്ഥനുള്ള കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന യാതൊരു കുറ്റസമ്മതവും ഏതെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾക്കെതിരെ തെളിയിക്കുവാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന യാതൊരു കുറ്റസമ്മതവും ഏതെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾക്കെതിരായി തെളിയിക്കാൻ പാടില്ല. ഇനി 2, ഏതെങ്കിലും വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നടത്തുന്ന യാതൊരു കുറ്റസമ്മതവും അതൊരു മജിസ്ട്രേറ്റിന്റെ തൊട്ടടുത്ത സാന്നിധ്യത്തിൽ അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ആൾക്കെതിരെ തെളിയിക്കുവാൻ പാടില്ല. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ തൊട്ടടുത്ത സാന്നിധ്യത്തിൽ പറഞ്ഞാൽ മാത്രം പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം സ്വീകാര്യമാണ്. അല്ലാതെ പോലീസിനോട് പറഞ്ഞ ഏത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും അയാളോട് പറയുന്ന കുറ്റസമ്മതം സ്വീകാര്യമല്ല. അല്ലാത്ത പക്ഷം അത് സ്വീകാര്യമായി എടുക്കാം. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഏതെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അനന്തരഫലമായി, ഇനി ഇയാളുടെ വിവരം പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരാൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, വെളിപ്പെടുത്തപ്പെട്ടതെന്ന നിലയിൽ ഏതെങ്കിലും വസ്തുതയ്ക്ക് മൊഴി കൊടുക്കുമ്പോൾ അത് കുറ്റസമ്മതം ആകുകയാണെങ്കിലും അല്ലെങ്കിലും വെളിപ്പെടുത്തപ്പെട്ട വസ്തുതയോട് സ്പഷ്ടമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം അങ്ങനെയുള്ള വിവരത്തിന്റെ ഭാഗം തെളിയിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞ മനസ്സിലായോ? പോലീസിനോട് കുറ്റസമ്മതം നടത്താൻ പാടില്ല, അത് തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മജിസ്ട്രേറ്റിന്റെ തൊട്ടടുത്ത സാന്നിധ്യത്തിൽ പറഞ്ഞാൽ മാത്രം തെളിയിക്കാം, അല്ലാത്ത പക്ഷം തെളിയിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഏതെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അനന്തരഫലമായി, ഇപ്പോൾ ഒരു വിവരം കിട്ടി, ഞാൻ ആയുധം അവിടെ വച്ചിരിക്കുന്നു, ഞാൻ ഇവിടെ വച്ചിരിക്കുന്നു, അങ്ങനെ പറഞ്ഞ് വെളിപ്പെടുത്തിയാൽ ആ കുറ്റസമ്മതം സ്വീകാര്യമാണ്, തെളിയിക്കാവുന്നതുമാണ്. പ്രതിയുടെ കുറ്റസമ്മതം. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഒരു പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തർക്കങ്ങൾക്കപ്പുറം മറ്റും സ്ഥിരീകരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്ഥാപിക്കാതെ പ്രോസിക്യൂഷനുള്ള ശിക്ഷാവിധി തേടാനാവില്ല. എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധി ഈ പറയുന്ന പോലീസിന്റെ കസ്റ്റഡി, ഇതിനർത്ഥം ഞാൻ പറഞ്ഞുതരാം. പോലീസ് കസ്റ്റഡിയിൽ ഒരാൾ ഇരുന്ന് കൊടുക്കുന്ന മൊഴിയൊക്കെ ശരി തന്നെ, പക്ഷേ കൺഫേം ചെയ്ത സ്ഥിരീകരിക്കുന്ന സാഹചര്യങ്ങൾ സ്ഥിരീകരിക്കാതെ പ്രോസിക്യൂഷൻ, ഈ പോലീസ് പ്രോസിക്യൂഷന് അയാളുടെ ശിക്ഷാവിധി തേടാനല്ല, അയാൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കാൻ പാടില്ല. തെളിയിക്കാത്ത പക്ഷം കോടതിയോട് അത് അഭ്യർത്ഥിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കസ്റ്റഡിയിലുള്ള പ്രതിയിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ തെളിവിനെ കുറിച്ച്
കസ്റ്റഡിയിലുള്ള പ്രതി വിവരം നൽകുമ്പോൾ അതൊരു കുറ്റസമ്മതമാണെങ്കിൽ പോലും പ്രസ്തുത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന സംഗതികളെക്കുറിച്ച് പ്രതിക്കെതിരെ തെളിവായി ഉപയോഗിക്കാം. ഇനി കസ്റ്റഡിയിലുള്ള പ്രതിയിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ തെളിവിന് എങ്ങനെയാണ്? കസ്റ്റഡിയിലുള്ള പ്രതി വിവരം നൽകുമ്പോൾ അതൊരു കുറ്റസമ്മതമാണെങ്കിൽ പോലും പ്രസ്തുത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന സംഗതികളെക്കുറിച്ച് പ്രതിക്കെതിരെ തെളിവായി ഉപയോഗിക്കാം. അയാൾ പറയുന്നതൊക്കെ തെളിവായി ഉപയോഗിക്കാം. പക്ഷെ വെറുതെ കുറ്റസമ്മതം മാത്രം, തെളിവൊന്നുമില്ലാതെ കുറ്റസമ്മതം മാത്രം കേൾക്കാനാവില്ല. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ കൺഫേം ആയിട്ട് അത് എടുക്കാം. 24 കുറ്റസമ്മതം നടത്തുന്ന ആളെയും കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടതുമായ കുറ്റസമ്മതത്തിന്റെ പരിഗണന. ഇത് കൂട്ട വിചാരണ നടക്കുന്ന സമയമാണ്. ഒന്നിലധികം ആളുകൾ ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ കുറ്റത്തിന് ഒന്നിലധികം ആളുകൾ ഉണ്ടെന്ന് വെച്ചുള്ളൂ. അങ്ങനെയുള്ള ആളുകളിൽ ഒരാൾ തന്നെയും അങ്ങനെയുള്ള ആളുകളിൽ മറ്റു ചിലരെയും ബാധിക്കുന്ന വിധത്തിൽ നടത്തുന്ന ഒരു കുറ്റസമ്മതം തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കോടതിക്ക് അങ്ങനെയുള്ള കുറ്റസമ്മതം അങ്ങനെയുള്ള മറ്റാൾക്കെതിരെന്ന പോലെ തെളിയിക്കാം. മനസ്സിലായ? ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അതിൽ ഒരാളെ പോലീസ് പിടിച്ചു. ആ പിടിച്ചതിന് ശേഷം മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയാളുടെ ഈ മൊഴി വെച്ചിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ഇയാളുടെ ഈ മൊഴി വെച്ചിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം എന്ന് ഓർമ്മിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഈ വകുപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രകാരം കുറ്റം എന്നതിൽ പ്രേരണയും ഉൾപ്പെടാം. മനസ്സിലായോ? അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകൾക്കെതിരെയുള്ള വിചാരണ ചെയ്യുന്ന സമയത്ത് ഒളിവിൽ പോകും. അത് ബാക്കിയുള്ളവർ ഒളിവിൽ പോയെന്ന് വെച്ചോളൂ. ഒളിവിൽ പോയാലും അവർക്കെതിരെ ഒരു കൂട്ട വിചാരണയായി കണക്കാക്കാം. ഒരാളിനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൊഴി വെച്ച് മറ്റൊരാൾക്കെതിരെയും അതൊരു കൂട്ട വിചാരണയായി കണക്കാക്കാം. ഇനി സിയുടെ കൊലപാതകത്തിന് എയും ബിയും കൂട്ടായി വിചാരണ ചെയ്യപ്പെടുകയാണ്. കണ്ടോ, സിയെ എയും ബിയും കൂടെ കൊന്നു. എന്നിട്ട് സിയെ ബിയും ഞാനും കൂടി കൊല ചെയ്തു എന്ന് എ പറഞ്ഞതായി തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ എയും ബിയും കൂടെ സിയെ കൊന്നു. എന്നിട്ട് എയെ പിടിച്ചപ്പോൾ എ പറയുന്നു ഞാനും ബിയും കൂടെയാണ് സിയെ കൊന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കാം. മറ്റേ ബിയും കുറ്റക്കാരനായി വരും. ഇനി 26 സാക്ഷികളായി വിളിക്കപ്പെടാൻ കഴിയാത്ത ആളുകളുടെ പ്രസ്താവനകൾ. സാക്ഷികളായി വിളിക്കാൻ പറ്റാത്ത ആളുകൾ ആരൊക്കെയാകാം? മരിച്ചു പോവുക ആളാകാം, കാണാതായ ആളാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? ഇവിടെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പഠിപ്പിച്ചു തരാം. ഈ ഒരു എക്സാമ്പിൾ എടുത്തോളൂ. ആദ്യം എക്സാമ്പിൾ പഠിച്ചിട്ട് സെക്ഷനിലേക്ക് പോയാൽ കുറച്ച് എളുപ്പമായിരിക്കും. എയുടെ ജനന തീയതിയെ പറ്റിയാണ് പ്രശ്നം. അപ്പോൾ ഒരാൾ എന്ന് ജനിച്ചു എന്നൊരു തർക്കം നടക്കുന്നു. മരിച്ചുപോയ ഒരു സർജൻ ബിസിനസ് മുറയിൽ ക്രമമായി വച്ചു പോരുന്ന ഡയറിയിലെ ഒരു ദിവസം അയാൾ എയുടെ അമ്മയുടെ പ്രസവത്തിൽ പരിചരിച്ചുവെന്നും അവർ ഒരു മകനെ പ്രസവിച്ചുവെന്നും പ്രസ്താവിക്കുന്ന ഒരു ഉൾക്കുറിപ്പ് കിട്ടിയാൽ അത് പ്രസക്ത വസ്തുതയാണ്. അപ്പോൾ എയുടെ ജനനത്തീയതിയെ പറ്റിയാണ് പ്രശ്നം. എ എന്ന് ജനിച്ചു എന്നതാണ് പ്രശ്നം. അപ്പോൾ മരിച്ചുപോയ ഒരു സർജൻ ബിസിനസ് മുറയിൽ ക്രമമായി വച്ചു പോരുന്ന ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ ഈ ദിവസം ഒരാളുടെ അമ്മയുടെ പ്രസവത്തിൽ പരിചരിച്ചു, അവരൊരു മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു തെളിവായി എടുക്കാം. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്, തെളിവാണ്. ഒരു പ്രത്യേക ദിവസം നാഗ്പൂരിലുണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. വേറെ നിങ്ങൾ വിചാരിക്കും മൊബൈലിൻ്റെ ലൊക്കേഷൻ എടുത്താൽ പോരെയെന്ന്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഒരു പ്രത്യേക ദിവസം നാഗ്പൂരിലുണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. മരിച്ചുപോയ ഒരു സോളിസിറ്റർ ബിസിനസ് മുറയിൽ ക്രമമായി വച്ചു പോരുന്ന ഒരു ഡയറിയിലെ, അപ്പോൾ അയാൾ ഡയറിയിൽ എന്ത് ചെയ്യണം? ആ ദിവസം ആ സോളിസിറ്റർ നാഗ്പൂരിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് നിർദ്ദിഷ്ടമായ ബിസിനസ്സിനെ കുറിച്ച് എയുമായി കൂടിയാലോചിക്കുന്നത് അയാളെ കണ്ടു. അപ്പോൾ ഒരാൾ അവിടെ ഉണ്ടായിരുന്നോ, നാഗ്പൂരിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നാഗ്പൂരിൽ ഉണ്ടായിരുന്നോ എന്ന് പ്രശ്നം വരുമ്പോൾ മരിച്ചുപോയ ഒരു സോളിസിറ്റർ ബിസിനസ് മുറയിൽ ക്രമമായി വെച്ച് പോരുന്ന ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന ദിവസം ഇന്ന ആളിനെ അവിടെ വെച്ച് കണ്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു പ്രസക്തമാണ്. ഇനി ഒരു കപ്പൽ ഒരു പ്രത്യേക ദിവസം മുംബൈ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരു കപ്പൽ ഒരു പ്രത്യേക ദിവസം മുംബൈയിൽ നിന്ന് പുറപ്പെട്ടോ എന്നുള്ളതാണ് പ്രശ്നം.
അത് വാടകയ്ക്കെടുത്തിരുന്ന വ്യാപാരികളുടെ ഒരു ഫേമിലെ മരിച്ചുപോയ ഒരു അംഗം ചരക്കുകൾ കയറ്റി അയക്കപ്പെടുന്ന ചെന്നൈയിലെ അവരുടെ കറസ്പോണ്ടന്റിന് ഒരു പ്രത്യേക ദിവസം ആ കപ്പൽ ചെന്നൈ തുറമുഖത്തു നിന്ന് പുറപ്പെട്ടുവെന്ന് ഒരു കത്തെഴുതി. അപ്പോൾ ഇവിടെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജനന തീയതി എന്ന് വെച്ചാൽ ഒരാളുടെ ഡയറിയിലുണ്ടായിരുന്നു. ഇനി ഒരാൾ നാഗ്പൂരിലുണ്ടായിരുന്നുള്ളത് വേറൊരാൾ കത്തിലൂടെ എഴുതിയിട്ടുള്ളത് തെളിയിക്കാം. അടുത്ത ഒരു കപ്പൽ ഒരു ദിവസം അവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ളത് ഒരാൾ മറ്റൊരാൾക്ക് ഒരു കത്തിലൂടെ എഴുതി അയച്ചാൽ വർഷങ്ങൾക്ക് മുമ്പായിക്കോട്ടെ ആ കത്തിൽ ഇന്നേ ദിവസം ഇത് ഇവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് ഇങ്ങനൊരു തെളിവാണ്. ഇനി എയ്ക്ക് ഒരു ഭൂമിയുടെ പാട്ടം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എയുടെ മരിച്ചുപോയ ഏജന്റിൽ നിന്ന് അയാൾ എക്ക് വേണ്ടി എയുടെ പാട്ടം വാങ്ങി. ഇപ്പോൾ എയുടെ മരിച്ചുപോയ ഏജന്റാണ് എക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് അയാൾ മരിച്ചപ്പോൾ മറ്റാൾ റൂട്ട് മാറ്റി. ഞാൻ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ ആ ഏജന്റുമായിട്ടാണ് ബന്ധമുള്ളത്. അപ്പോൾ എ പറഞ്ഞു എൻ്റെ പൈസയാണ് ഏജന്റ് നിങ്ങൾക്ക് തന്നത്, അപ്പോൾ എനിക്കത് കണക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഒരു കത്ത് കണ്ടോ, എക്കുള്ളൊരു കത്ത് പ്രസക്ത വസ്തുതയാണ്. ഇപ്പൊ ഈ മരിച്ചുപോയ ഏജന്റ് എക്ക് ഒരു കത്തെഴുതി, മുതലാളി അങ്ങേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കണക്കുകളൊക്കെ ഞാൻ നോക്കുന്നു, ഞാനിതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രസക്ത വസ്തുതയാണ്. എയും ബിയും തമ്മിൽ നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എയും ബിയും വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരെ വിവാഹം നടത്തിയുള്ള പരേതനായ ഒരു പാതിരിയുടെ പ്രസ്താവന ശരിയാണ്. അവരുടെ പള്ളിയിലുള്ള ഒരു പാതിരി പറയുകയാണ് ഞാനാണ് അവരുടെ വിവാഹം നടത്തിയിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെളിവാണ്. ഇനി കണ്ടെത്താൻ കഴിയാത്ത ഒരാളായ എ ഒരു കത്ത് ഒരു ദിവസം എഴുതിയോ എന്നുള്ളതാണ് പ്രശ്നം. എഴുതിയോ എന്നറിയാൻ വേണ്ടി ആ ദിവസം ഒരു കത്തിന്റെ ദിവസത്തിൽ തീയതി ഉണ്ടാവില്ലേ, ആ ദിവസം തെളിയിക്കാം. ഒരു കപ്പലിന്റെ തകർച്ചയ്ക്കുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും തർക്കിക്കുകയാണ് ആ ഒരു കപ്പല് എങ്ങനെ തകർന്നു, അല്ലെ? ഒരു കപ്പൽ ഹാജരാക്കപ്പെടാൻ കഴിയാത്ത കപ്പിത്താന്റെ പ്രതിഷേധം പ്രസക്ത വസ്തുതയാണ്. ഹാജരാക്കാൻ പറ്റാത്ത ഒരു കപ്പിത്താന്റെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഷേധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് അയാൾ പത്രത്തിൽ അന്നത്തെ പത്രക്കുറിപ്പൊക്കെ എഴുതി ഈ കപ്പലിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനത് പറഞ്ഞിട്ട് അവർ കേൾക്കാതെയാണ് ഇറക്കിയത്, അതുകൊണ്ടാണ് കപ്പൽ തകർന്നത് എന്ന് പറഞ്ഞ് ഒരു കപ്പിത്താൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയെങ്കിൽ അതെന്താണ്? അത് പ്രസക്തമാണ്. ഇനി ഒരു പ്രത്യേക റോഡ് പബ്ലിക് മാർഗമാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരു പ്രത്യേക റോഡ് പബ്ലിക് മാർഗമാണോ എന്നുള്ളതാണ് പ്രശ്നം. അത് പബ്ലിക് റോഡായിരുന്നു എന്ന മരിച്ചുപോയ ഗ്രാമത്തലവനായ എയുടെ ഒരു പ്രസ്താവന പ്രസക്ത വസ്തുതയാണ്. അപ്പോൾ ഒരു പ്രത്യേക റോഡ് പബ്ലിക് മാർഗമാണോ എന്നുള്ളതാണ് പ്രശ്നം. അത് പബ്ലിക് റോഡായിരുന്നു എന്ന മരിച്ചുപോയ ഗ്രാമത്തലവനായ എയുടെ പ്രസ്താവന പ്രസക്ത വസ്തുതയാണ്. മനസ്സിലായി? ഈ റോഡ് പബ്ലിക് റോഡാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം മരിച്ചുപോയ ഗ്രാമത്തലവനായ ഒരാളുടെ പ്രസ്താവന പ്രസക്തമാണ്. കാരണം അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന്. പണ്ടത്തെ ഒരു പ്രസ്താവന പ്രസക്തമാണ്. ഒരു പ്രത്യേക കമ്പോളത്തിൽ ഒരു ദിവസം ധാന്യത്തിന്റെ വില എന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു പ്രത്യേക കമ്പോളത്തിൽ ധാന്യം, അന്ന് അരിയുടെ വില എന്തായിരുന്നു എന്നതാണ് പ്രശ്നം. മരിച്ചുപോയ ഒരു കച്ചവടക്കാരൻ തൻ്റെ സാധാരണ ബിസിനസ് മുറയിൽ വെച്ച് പോരുന്ന ഒരു ഇതില്ലേ, ഒരു നമ്മളെ പറ്റ് ബുക്ക് എന്ന് പറയും, ആ ബുക്കിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് അരിയുടെ വില 100 രൂപ, ഇന്ന് അരിയുടെ വില 10 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആ ദിവസം ഈ വില എന്നറിയാൻ വേണ്ടി ഒരു കമ്പോളത്തിലെ ആ പുസ്തകം നോക്കിയാൽ മതി. അല്ലെങ്കിൽ അയാൾ എന്താണോ കണക്ക് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പോളത്തിൽ നോക്കിയാൽ മതി, അന്നത്തെ വില എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. ഇനി മരിച്ചുപോയ എ ബിയുടെ പിതാവായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. ബി തൻ്റെ പുത്രനാണെന്നുള്ള എയുടെ പ്രസ്താവന പ്രസക്തമാണ്, ശരിയല്ലേ? അയാളൊരു പ്രസ്താവന പറഞ്ഞിട്ട് മരിച്ചാൽ പോലും അത് തെളിവാണ്. ഇനി എയുടെ ജനനത്തീയതി എന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു പ്രത്യേക ദിവസം എ ജനിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് എയുടെ മരിച്ചുപോയ പിതാവ് സ്നേഹിതനയച്ച കത്ത് പ്രസക്തമാണ്. എൻ്റെ മകൻ, ഇന്ന് എനിക്കൊരു മകൻ ജനിച്ചു എന്ന് 20-30 വർഷം മുമ്പ് ഒരു കത്ത് അയച്ചു, അതൊരു തെളിവായിട്ടെടുക്കണം. ഇപ്പോൾ എഴുതിയാൽ മാത്രമേ നമ്മളത് എഴുതി ചേർത്തതായിട്ടാവൂ, പണ്ടൊക്കെ എഴുതുമ്പോൾ സത്യമാണ്. എയും ബിയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ബിയുടെ മരിച്ചുപോയ പിതാവായ സിയാൽ ഒരു ഓർമ്മക്കുറിപ്പ് പുസ്തകത്തിൽ എയുമായുള്ള തൻ്റെ മകൾ ബിയുടെ വിവാഹത്തെ പറ്റിയുള്ള ഉൾക്കുറിപ്പ് പ്രസക്ത വസ്തുതയാണ്. അപ്പോൾ എയും ബിയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എപ്പോഴാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പം ബിയുടെ മരിച്ചുപോയ പിതാവായ സിയാൽ ഒരു ഓർമ്മക്കുറിപ്പ് പുസ്തകത്തിൽ എയുമായുള്ള തൻ്റെ മക്കൾ അല്ലെങ്കിൽ തൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് എൻ്റെ മകളെ ഇന്ന ആൾ വിവാഹം കഴിച്ചു എന്നൊരു ഓർമ്മക്കുറിപ്പിൽ എഴുതിയൊരു ഡയറി ഉണ്ടല്ലോ, അത് എഴുതി വെച്ചാൽ തെളിയിക്കാം. ഒരു പീഡികയുടെ പ്രദർശന ജനാലയിൽ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നതും ചായത്തിൽ എഴുതിയതുമായ ഒരു ഹാസ്യ ചിത്രത്തിൽ ഒരു കാർട്ടൂൺ ചിത്രമുണ്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ. അതിൽ ഒരു അപമാന ലേഖനത്തിന് ബിയുടെ മേൽ എ വ്യവഹാരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ബി ആണ് ചായക്കടക്കാരൻ. അപ്പോൾ എ പോയി പറയുന്നു ഈ ചായക്കടയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ചിത്രം എൻ്റെ ചിത്രം പോലെ ഇരിക്കുന്നു, എനിക്കതിൽ അപമാനമാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അതെടുത്ത് മാറ്റണം എന്ന് പറയുന്നു.
അപ്പൊ ഹാസ്യ ചിത്രത്തിലെ സാദൃശ്യത്തെയും അപമാന ലേഖനം എന്ന നിലയിലുള്ള അതിന്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പ്രശ്നം. അപ്പോൾ കാണികളുടെ കൂട്ടത്തിന്റെ അഭിപ്രായം എടുക്കും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇത് എന്ത് തോന്നുന്നു, ഇയാൾ അപമാനിച്ചതുപോലെ തോന്നുന്നുണ്ടോ എന്ന് കോടതിക്ക് എടുക്കാം. അപ്പോൾ ഇത്രയുമാണ് എക്സാമ്പിൾസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ സെക്ഷന്റെ തുടക്കം പറയുന്നത് 26. അപ്പോൾ ഇവിടെ മരണമൊഴി പ്രസക്തമാകുമോ എന്ന് ചോദിച്ചാൽ മരണമൊഴി പ്രസക്തമാകും. മരണമൊഴിയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പും 26. ആത്മഹത്യാക്കുറിപ്പും മരണമൊഴിയിൽ വരും. അതുപോലെ മരണമൊഴി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ഒരു അപകടം പറ്റിയ ആളുടെയാണ് മരണമൊഴി എടുക്കുന്നത്. മജിസ്ട്രേറ്റ് ആയിരിക്കാം, പോലീസ് ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം. ഏതൊരു വ്യക്തിക്കും മരണമൊഴി എടുക്കാം. മജിസ്ട്രേറ്റിനോട് പറയുന്ന മരണമൊഴിക്കാണ് പ്രാധാന്യം. മരണമൊഴി എപ്പോഴും പൂർണ്ണമായിരിക്കണം. മരണമൊഴി ചോദ്യോത്തര രൂപത്തിലായിരിക്കണം. പരിക്കുകൾ ആ വ്യക്തിയുടെ മരണത്തിന് കാരണമായിരിക്കണം. മൊഴി തന്ന ആൾ മരിച്ചിരിക്കണം. ഇതാണ് മരണമൊഴി. അപ്പോൾ മരണമൊഴിയുമായി ബന്ധപ്പെട്ട കാര്യവും ശ്രദ്ധിക്കുക. 26 ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ. അടുത്ത രണ്ടാമത്തിലേക്ക് പോകുന്നു. ഒരാളുടെ മരണത്തിനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ഇവിടെ പറഞ്ഞുതരാം. ഇതാണ് സെന്റൻസ്. അപ്പോൾ നമ്മൾ ഈ സെന്റൻസിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്: മരിച്ചു പോവുകയോ കണ്ടെത്താൻ കഴിയാതിരിക്കുകയോ, അങ്ങനെയുള്ള ഈ സെന്റൻസ് ഒന്നും നിങ്ങൾ വായിച്ച് കൺഫ്യൂഷൻ ആകണ്ട. മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുകയോ, അല്ലെങ്കിൽ തെളിവ് നൽകാൻ കഴിവില്ലാതായി തീരുകയോ, അല്ലെങ്കിൽ കേസിന്റെ പരിസ്ഥിതികളിൽ ഹാജരാകാൻ പറ്റാത്ത രീതിയിലാവുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ സെക്ഷൻ ഉപയോഗിക്കുന്നത്. എ, ഒരാളുടെ മരണത്തിനുള്ള കാരണം പ്രശ്ന വിഷയം. ഇതാണ് മരണമൊഴിയെ പറ്റി പറയുന്നത്. മരണമൊഴി. അപ്പൊ മറക്കരുത്, മരണമൊഴിയെ പറ്റി പറയുന്നത് ഇവിടെയാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഒരാളുടെ മരണത്തെ പറ്റി കാണുമ്പോൾ ആ മരണത്തിൽ എത്തിച്ച ഇടപാടിന്റെ പരിസ്ഥിതികൾ ഏതിനെങ്കിലും സംബന്ധിച്ച്, ഇടപാടെന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് എത്തിച്ച കാര്യം, അല്ലെങ്കിൽ അവ ചെയ്ത ആൾ മരണം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും എന്താണ്? അതായത് മറ്റാൾ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ ഇന്നവനെ എനിക്ക് സംശയം ഇയാളായിരിക്കും എന്നൊക്കെ പറയുന്നത് ഇവിടെ മൊഴിയായിട്ട് എടുക്കാം. ഇനി പ്രസ്താവന അങ്ങനെയുള്ള ആൾ സാധാരണ ബിസിനസ് മുറയിൽ ചെയ്തതാകുമ്പോഴും, സാധാരണ ബിസിനസ് മുറയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഡോക്ടറിന്റെ കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ? ഒരാൾ അമ്മയുടെ അല്ലെങ്കിൽ പ്രസവത്തിൽ അയാൾ പരിചരിച്ചു വന്ന് അയാളുടെ ഡയറിയിൽ എഴുതിയിരുന്നു. അത് ഇവിടുത്തെ എക്സാമ്പിളായിട്ട് എടുക്കാം. പ്രസ്താവന അങ്ങനെയുള്ള ആൾ സാധാരണ ബിസിനസ് മുറയിൽ ചെയ്തതാകുമ്പോഴും, പ്രത്യേകിച്ച് സാധാരണ ബിസിനസ് മുറയിലോ തൊഴിൽപരമായ കൃത്യം നിർവഹിക്കുന്നതിലോ വച്ചുപോരുന്ന ബുക്കുകളിൽ, അതാണ് ഞാൻ നേരത്തെ ഡോക്ടറിന്റെ കാര്യം പറഞ്ഞത്, അയാൾ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഉൾക്കുറിപ്പാകാം, മെമ്മോറാണ്ടമാകാം, പണമോ സാമാനങ്ങളോ ഇടപാടുകളോ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവോ കിട്ടിയതിന് അയാൾ എഴുതിയതോ ഒപ്പിട്ടതോ കൊടുക്കുന്ന ഒരു രസീതോ ആകാം. എന്തും തെളിവാണ്. അയാൾ കൊടുക്കുന്ന രസീത് പോലും തെളിവാണ്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ അവിടെ പറയുന്ന ആ എക്സാമ്പിളിലൂടെ കണ്ടിട്ട് ഇങ്ങോട്ട് വരണം. ഇനി പ്രസ്താവന ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമയെന്ന നിലയിലുള്ള താല്പര്യത്തിനെതിരായിരിക്കെ അയാൾ അത് സത്യമാണെങ്കിൽ അയാൾ ക്രിമിനൽ ശിക്ഷാ നടപടിക്കോ നഷ്ടപരിഹാരത്തിനുള്ള വ്യവഹാരത്തിനോ വിധേയമാക്കുമെങ്കിലോ വിധേയനാകാൻ. അതായത് ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നേരത്തെ പഠിച്ചോർമ്മയുണ്ടോ? ഇവിടുത്തെ മൂന്നാമത്തെ എക്സാമ്പിൾ, ഒരു പ്രത്യേക ദിവസം നാഗ്പൂരിൽ ഉണ്ടായിരുന്നു, അതിവിടെ എടുക്കാം. ഒരു കപ്പൽ പോയ കാര്യം, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. മനസ്സിലായോ? അടുത്തത്, ഒരു പൊതു അവകാശത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ പൊതുജനത്തിൻ്റെയോ സാമാന്യമായ ജനങ്ങൾക്ക് താല്പര്യമുള്ള സംഗതികൾ. അതായത് പൊതു ആചാരം, അവകാശം. നമ്മളുടെ ഒരു പൊതുസ്ഥലം, അത് പൊതു റോഡ് ഇന്ന ആളുടെ ആണോ എന്നൊരു ഗ്രാമത്തലവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എടുക്കാം. മനസ്സിലായില്ലേ? ഇനി പ്രസ്താവന അത് ചെയ്യുന്ന ആൾക്ക് തമ്മിലുള്ള രക്തമോ വിവാഹമോ ദത്തോ വഴിയുള്ള ബന്ധുത്വം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞില്ലായിരുന്നോ? വിവാഹമോ, അതാണ്ട് രക്തമോ വിവാഹമോ ദത്തോ ഒക്കെ വരുന്നില്ലേ? ഒരാൾ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റേ പാതിരിയുടെ കത്തൊക്കെ പറഞ്ഞില്ലേ? ഇനി അതുപോലെ തന്നെയാണ് പ്രസ്താവന മരിച്ചുപോയ ആളുകൾ തമ്മിൽ രക്തമോ വിവാഹമോ സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ കുടുംബ ചിത്രത്തിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കുന്നു ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണോ? അപ്പോൾ ഒരാൾ പറയുന്നു അതെ, ഇവർ നമ്മൾ കാണുന്ന കാലം മുതൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരൊക്കെയാണ് എന്ന് ഓർമ്മിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞത്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഒന്നും ആകണ്ട, ഇത് ഈ എക്സാമ്പിൾ അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. സെക്ഷൻ 27, തെളിവിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ള ചില തെളിവിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ പ്രസ്താവന സത്യാവസ്ഥ പിന്നീടുള്ള നടപടിയിൽ എങ്ങനെ തെളിയിക്കാം. അപ്പോൾ 27 പറഞ്ഞ പിന്നീട്, ഒരിക്കൽ പറഞ്ഞ തെളിവിൻ്റെ വസ്തുത പിന്നീട് എപ്പോൾ തെളിയിക്കാമെന്നാണ്. അതായത് ഒരു ജുഡീഷ്യൽ നടപടിയിലോ അല്ലെങ്കിൽ തെളിവെടുക്കാൻ നിയമത്താൽ പ്രാധികാരം നൽകപ്പെട്ട ഏതെങ്കിലും ആളുടെ മുമ്പാകെയോ ഒരു സാക്ഷി നൽകുന്ന തെളിവ് അത് പ്രസ്താവിക്കുന്ന വസ്തുതകളുടെ സത്യാവസ്ഥ തെളിയിക്കുന്നതിന്.
അപ്പോൾ ഒരു സാക്ഷി ഒരു ജുഡീഷ്യൽ നടപടി സമയത്ത് ഒരു വസ്തുത പറയുന്നു. സാക്ഷി മരിച്ചു പോവുകയോ, അപ്പോൾ എന്ത് ചെയ്തു? സാക്ഷി മരിച്ചു പോവുകയോ, സാക്ഷിയെ കണ്ടെത്താൻ കഴിയാതെ വരികയോ, തെളിവ് നൽകാൻ സാക്ഷിക്ക് കഴിവില്ലാതായി തീരുകയോ, എതിർകക്ഷി സാക്ഷിയെ മാറ്റി നിർത്തുകയോ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ കേസിന്റെ പരിസ്ഥിതികളിൽ ന്യായമല്ലാത്തതാണെന്ന് കോടതി കരുതുന്നത് കാലതാമസമോ ചെലവോ കൂടാതെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലോ, അതായത് സാക്ഷിയുടെ അഭാവം വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോടതിയുടെ വിചാരണ സമയത്ത് സാക്ഷിയുടെ അഭാവം എത്തിക്കഴിഞ്ഞു. പിന്നീടുള്ള ഒരു ജുഡീഷ്യൽ നടപടിയിലോ അല്ലെങ്കിൽ അതേ ജുഡീഷ്യൽ നടപടിയോ അനന്തരഘട്ടത്തിലോ അത് പ്രസക്തമാകുന്നു എന്ന് പറഞ്ഞാൽ, സാക്ഷി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള മൊഴിയൊക്കെയാണോ അത് കോടതി എടുത്തു. പിന്നീട് സാക്ഷിയെ കാണാനില്ല അല്ലെങ്കിൽ സാക്ഷി മരിച്ചു പോയാലും ആദ്യം കൊടുത്ത മൊഴി കോടതിയിൽ പ്രസക്തമാകുന്നു. ഇപ്പോൾ എതിർഭാഗം വക്കീൽ പറയുന്നു എന്നാൽ നടപടി അതേ കക്ഷികളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്നവരോ തമ്മിലായിരിക്കുകയും, അപ്പോൾ വാദിയും പ്രതിയും തമ്മിൽ വാദിക്കുന്നു. ആദ്യത്തെ നടപടിയിലെ എതിർകക്ഷിക്ക് എതിർ വിസ്താരം ചെയ്യാനുള്ള അവകാശവും അവസരവും ഉണ്ടായിരിക്കുകയും വിവാദീയ പ്രശ്നങ്ങൾ രണ്ടാമത്തെ നടപടിയിൽ എന്ന പോലെ ആദ്യത്തെ നടപടിയിലും സാരാംശത്തിൽ ഒന്ന് തന്നെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഇവിടെ പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ മറ്റേ എതിർഭാഗം വക്കീലുണ്ടാവുമല്ലോ, അയാൾ പറയും സാക്ഷി എനിക്കൊന്ന് വിസ്തരിക്കണം. അപ്പോൾ കോടതി പറയും സാക്ഷി മരിച്ചുപോയി. അപ്പോൾ അയാൾ പറയും അയ്യോ സാർ, സാക്ഷി മരിച്ചു പോയതുകൊണ്ട് നമ്മുടെ കേസ് നിലനിൽക്കില്ല, ഇനി അതിൽ തെളിവില്ലല്ലോ. അപ്പോൾ കോടതി പറയും അതെന്തുകൊണ്ട് തെളിവില്ല? അയാൾ ജീവിച്ചിരുന്നപ്പോൾ കുറേ മൊഴി തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് തെളിവായി സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, സാക്ഷിയെ എതിർ വിസ്താരം നടത്തുമ്പോൾ തന്നെ മുന്നിലത്തെ സാക്ഷി പറഞ്ഞിട്ടുള്ള ആ നടപടി എടുക്കാം എന്ന് പറയുന്നത്. ഇനി ഒരു ക്രിമിനൽ വിചാരണയോ അന്വേഷണ വിചാരണയോ നടക്കുമ്പോൾ പ്രോസിക്യൂഷനും തമ്മിലുള്ളതായിരിക്കും, പ്രതിയും തമ്മിലുള്ള നടപടിയായിരിക്കും. ഇനി സാക്ഷിയുടെ ആവശ്യപ്പെടുത്തേണ്ട. ഇനി 28 കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ എപ്പോൾ പ്രസക്തം. വളരെ എളുപ്പമാണ്. ഇനി വളരെ എളുപ്പമുള്ള സെക്ഷനാണ്. ഇനി കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ എപ്പോൾ പ്രസക്തം. ബിസിനസ് മുറിയിൽ ക്രമമായി വെച്ചു പോരുന്ന ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഉൾപ്പെടെ. അപ്പോൾ ബിസിനസ് മുറിയിൽ നമുക്കിപ്പോൾ പുസ്തകം വെച്ചിരിക്കാം, ലാപ്ടോപ്പ് വെച്ചിരിക്കാം, മൊബൈൽ വെച്ചിരിക്കാം. ഇതിൽ വച്ചു പോരുന്ന കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ കോടതി അന്വേഷണ വിചാരണ ചെയ്യേണ്ടതായുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ളതാകുമ്പോഴൊക്കെ പ്രസക്തങ്ങളാകുന്നു. എന്നാൽ അങ്ങനെയുള്ള പ്രസ്താവനകൾ മാത്രം ഏതെങ്കിലും ആളുടെ മേൽ ബാധ്യത ചുമത്താൻ മതിയായ തെളിവല്ല. എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് ബുക്കിൽ നമ്മൾ പലതും എഴുതും. നമ്മുടെ കണക്ക് ബുക്കിൽ ആ കണക്ക് ബുക്ക് കൊണ്ടുപോകുമ്പോൾ കോടതി സമ്മതിച്ചു, കോടതി അത് പ്രസക്തമായി എടുക്കും. പക്ഷേ അത് നമ്മുടെ ബുക്കിൽ നമ്മൾ ഇഷ്ടമുള്ള എഴുതും അല്ലേ, മറ്റ് തെളിവുകളിൽ അത് തെളിയിക്കാൻ മതിയാകില്ല. ഉദാഹരണം ഒരു എക്സാമ്പിൾ നോക്കി, 1000 രൂപയ്ക്ക് ബിയുടെ മേലെ വ്യവഹാരപ്പെടുകയും ഈ തുകയ്ക്ക് തൻ്റെ കണക്ക് ബുക്കുകളിലെ അയാളോട് കടപ്പെട്ടിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഉൾക്കുറിപ്പുകൾ കാണിക്കുകയും ചെയ്യുന്നു. ഈ ഉൾക്കുറിപ്പുകൾ പ്രസക്തമാകുന്നു. ശരിയാണ്. അപ്പോൾ പറയുകയാണ് സാർ എനിക്ക് എനിക്ക് 1000 രൂപ തരാനുണ്ട്, എവിടെ തെളിവ് എന്താ സാർ, എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രസക്തമാണ്. എന്നാൽ മറ്റ് തെളിവുകളില്ലാതെ കടം തെളിയിക്കാൻ മതിയാകില്ല. ഇത് കടം തെളിയിക്കാൻ മതിയാകില്ല. മനസ്സിലായോ? തെളിവുകളില്ലാതെ വെറുതെ സാർ 1000 രൂപ തരാനുണ്ട് നമ്മുടെ സ്വന്തം ബുക്കിൽ എഴുതി വാങ്ങിത്തരുമോ കോടതി? ഇല്ല. ഇനി 29 കർത്തവ്യ നിർവഹണത്തിൽ പബ്ലിക് റെക്കോർഡിലോ ഇലക്ട്രോണിക് റെക്കോർഡിലോ ചേർത്ത ഉൾക്കുറിപ്പിൻ്റെ പ്രസക്തി. അപ്പോൾ പബ്ലിക്കോ ഇനി അങ്ങോട്ട് വളരെ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ഒറ്റ പോയിന്റ് ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഗവൺമെൻറ് ഓഫീസുകളിൽ പോകാറുണ്ട്, അവിടെ നിന്ന് നമ്മൾ പലതും പൈസ അടയ്ക്കാറുണ്ട്, നമ്മൾ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് നമുക്ക് തെളിവാണോ? അത്രയേ ഉള്ളൂ. അപ്പോൾ പബ്ലിക്കോ ഔദ്യോഗികമായ ഏതെങ്കിലും പുസ്തകത്തിലോ രജിസ്റ്ററിലോ റെക്കോർഡിലോ ഇലക്ട്രോണിക് റെക്കോർഡിലോ ഉള്ളതും ഒരു വിവാദ വസ്തുതയോ പ്രസക്ത വസ്തുതയോ പ്രസ്താവിക്കുന്നതും ഒരു പബ്ലിക് സർവന്റ് തൻ്റെ ഔദ്യോഗിക കർത്തവ്യം നിറവേറ്റുന്നതിലോ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു OP ടിക്കറ്റ് എടുത്താൽ പോലും തെളിവാണ്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ ഒരു തെളിവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് തെളിവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു പബ്ലിക് റെക്കോർഡിലോ ഔദ്യോഗികമായ ഏതെങ്കിലും പുസ്തകത്തിലോ രജിസ്റ്ററിലോ റെക്കോർഡിലോ ഇലക്ട്രോണിക് റെക്കോർഡിലോ ഉള്ളതായാലും അത് തെളിവാണ്. നമ്മൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ഡീലിംഗ് നടത്തിയാലും ഒരു റെസീപ്റ്റ് ഉണ്ടെങ്കിൽ അത് തെളിവാണ്. ഇനി ചാർട്ടുകളും പ്ലാനുകളിലുമുള്ള പ്രസ്താവനകളുടെ പ്രസക്തി. നമ്മൾ ചാർട്ടിൽ നോക്കാറുണ്ട്. ലോകത്ത് എവിടെയായാലും ആ ചാർട്ട് ഒന്നായിരിക്കും, പ്ലാനും അതുപോലെ ആയിരിക്കും, ഭൂപടവും അത് തന്നെയായിരിക്കും. അപ്പോൾ കോടതിക്ക് അത് തെളിവല്ലേ, അത് പ്രസക്ത വസ്തുതകളാണ്, വേറെ വായിക്കുകയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാനല്ലോ. ഭൂപടങ്ങളും ചാർട്ടുകളും പ്ലാനുകളും തെളിയിക്കാം. ഒരു തർക്കം വരികയാണ്, ഭൂപടം ഇപ്പോൾ ഇന്ത്യയുടെ അടുത്താണോ ശ്രീലങ്ക, ആ ഭൂപടം നോക്കാം, കോടതിക്ക് അതെടുക്കാം. സാമാന്യ പൊതു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള പ്രസിദ്ധപ്പെടുത്തിയ ഭൂപടങ്ങളിലോ ചാർട്ടുകളിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഏതായിക്കോട്ടെ,
അപ്പോൾ അതൊരു പ്രസക്ത വിഷയമാകുന്നു എന്നാണ് പറയുന്നത്. ഭൂപടങ്ങളിലും ചാർട്ടുകളിലും പ്ലാനുകളിലുമുള്ള പ്രസ്താവനകളും പ്രസക്തമാണ്, കോടതിക്ക് തെളിവായി എടുക്കാം. ഇനി 31 വിജ്ഞാപനങ്ങളിലോ അടങ്ങിയ പൊതു സ്വഭാവമുള്ള വസ്തുത. വിജ്ഞാപനങ്ങൾ എന്താണ്? കോടതി ഏതെങ്കിലും വിജ്ഞാപനം ഇറക്കുന്നു അല്ലെ, നോട്ടിഫിക്കേഷൻ, ഒരു പൊതു സ്വഭാവമുള്ള ഏതെങ്കിലും വസ്തുത. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പറയാണ്, ഒരാൾ സിഗരറ്റ് വലിക്കാൻ പൊതുസ്ഥലത്ത്, മറ്റൊരാൾ പറയണം വലിക്കാൻ പറ്റില്ല. ഇയാൾ പറയണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സിഗരറ്റാണ്, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ വലിക്കും. അപ്പോൾ ഇയാൾ രണ്ടുപേരും കോടതിയിലെത്തി. കോടതിയിലെത്തിയപ്പോൾ ഒരാൾ വാദിക്കുകയാണ്, സാർ ഇന്ന ദിവസം പൊതുസ്ഥലത്തെ സിഗരറ്റ് എന്ത് ചെയ്തു, 2099 ജൂലൈ 12 മുതൽ ഇത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ കോടതി വയ്ക്കുമ്പോൾ പക്ഷേ തെളിയിച്ചേ എന്ന് പറയുമ്പോൾ സാർ അന്നേ ദിവസം ഇതേ ദിവസം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഈ വിജ്ഞാപനത്തിലാണ് എന്ത് ചെയ്തത്, നിരോധിച്ചത്. ശരിയാണ്. അപ്പോൾ ഈ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിനനുസരിച്ച് തെളിയും. ചിലർ പേരൊക്കെ മാറ്റുമ്പോൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യൽ എന്തുകൊണ്ടാണ്? അതൊരു തെളിവായതുകൊണ്ടാണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ഏതെങ്കിലും നിയമത്തെക്കുറിച്ച് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ ഉൾപ്പെടെയുള്ള നിയമപുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രസ്താവന പ്രസക്തി. ഏതെങ്കിലും നിയമം, ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ നിയമത്തെക്കുറിച്ച് അറിയണം എങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിനനുസരിച്ച് അച്ചടിക്കുന്ന ഏതൊരു പുസ്തകവും നമ്മുടെ കോടതിക്ക് എന്ത് ചെയ്യാം, തെളിവായെടുക്കാം. നിങ്ങൾ ബാക്കിയൊന്നും വായിക്കാനേ നിൽക്കണ്ട. മറ്റൊരു കോടതിയുടെ നിയമത്തെക്കുറിച്ച് നമുക്ക് ഒരു തെളിവ് വേണമെങ്കിൽ ആ നിയമം കോടതിക്ക് തെളിവായി എടുക്കാം. ആ നിയമം ഓസ്ട്രേലിയയുടെ നിയമം കൊണ്ടുപോകാം, അമേരിക്കയുടെ നിയമം കൊണ്ടുപോകാം, നമുക്ക് നോക്കാം തെളിവായിട്ട്. സാർ അമേരിക്കയുടെ നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കൊണ്ടുവരും, ഞാൻ നോക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഇനി വിദഗ്ധന്മാരുടെ അഭിപ്രായം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കോടതിക്ക് അറിയണമെന്നില്ല. അപ്പോൾ കോടതി ആ കാര്യം ആരെയും, അപ്പോൾ എന്താണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം, വിദേശ നിയമമോ ശാസ്ത്രമോ കലയോ മറ്റേതെങ്കിലും മേഖലയോ സംബന്ധിച്ച ഒരു സംഗതിയിന്മേലോ അല്ലെങ്കിൽ കൈപ്പട. അപ്പോൾ ആരൊക്കെയാണ് വിദഗ്ധൻ? വിദേശ നിയമമാകാം, ശാസ്ത്രമാകാം, കലയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയോ സംബന്ധിച്ച് ഒരു സംഗതിയിന്മേലോ അല്ലെങ്കിൽ കൈപ്പടയുടെയോ വിരലടയാളങ്ങളുടെയോ അനന്യതയെക്കുറിച്ചോ കോടതി. അപ്പം ഇതൊക്കെ അറിയണമെങ്കിൽ, ശാസ്ത്രം, സയൻസ്, ഇതൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെതായ എക്സ്പേർട്ടുകളോട് കോടതിക്ക് ചോദിക്കാം, ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അവർ പറയില്ലേ, സാർ സ്വർണ്ണത്തിന് ഇത്ര ദിവസം പഴക്കമുണ്ട്, അല്ലെങ്കിൽ ബോഡിക്ക് ഇത്ര ദിവസം പഴക്കമുണ്ട്, ഇതൊരു ആണിൻ്റെ തലയോടിയാണ്, ഇതൊരു ഡെഡ് ബോഡി ഒരു 10 വർഷമായ ഡെഡ് ബോഡിയാണ്, അല്ലെങ്കിൽ ഇത് ഓരോരോ എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു. അതുകൊണ്ട് എയുടെ മരണം വിഷത്താലാണോ സംഭവിക്കപ്പെട്ടത് എന്നതാണ് പ്രശ്നം. ഒരാൾ പറയുന്നത് ഇത് വിഷം കഴിച്ചാണോ, ഒരാൾ പറയുന്നത് മറ്റൊന്ന്. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശരിയാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്, ആ വിദഗ്ധൻ്റെ അഭിപ്രായം പ്രസക്തമാണ്. ഇനി 39(2) പറയുന്നത് ഏതെങ്കിലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലോ അയക്കുകയോ സംഭരിക്കുകയോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വിവരത്തോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള നടപടിയിൽ കോടതിക്ക് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നത്. അപ്പോൾ IT ആക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലോ അയക്കുകയോ സംഭരിക്കുകയോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വിവരത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ അതിൻ്റെ വിദഗ്ധനെ വിളിക്കണം. കമ്പ്യൂട്ടർ അറിയാൻ വേണ്ടി ഡോക്ടറിനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ വിദഗ്ധനെ വിളിക്കണം. ഇനി ഇവിടെ പറഞ്ഞ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുതകൾ. അപ്പോൾ വിദഗ്ധൻ അവിടെ പറയുമ്പോൾ കോടതി പറയുന്നു, നിങ്ങൾ പറയുന്നതൊക്കെ ഓക്കെ, പക്ഷേ എനിക്കൊന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചാൽ മറ്റു പ്രകാരത്തിൽ പ്രസക്തമില്ലാത്ത വസ്തുതകൾ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമായിരിക്കുമ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ പിന്താങ്ങുകയോ അല്ലെങ്കിൽ അവയുമായി അസംഗതമായിരിക്കുകയോ ചെയ്യുന്നെങ്കിൽ പ്രസക്തമാകുന്നു. ഉദാഹരണം, അപ്പോൾ ഒരു വിദഗ്ധൻ പറയുകയാണ്, സാർ അന്ന് അമേരിക്കയിൽ ഇതേപോലൊരു സംഭവം ഉണ്ടായി, അവിടെയും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്തത്, അപ്പോൾ ഇത് ശരിയായിരിക്കാം. അപ്പോൾ മറ്റൊരു ഇത് വെച്ചിട്ട് ബന്ധമുള്ള കാര്യം പറയുന്നത് കണ്ടോ, ഒരു പ്രത്യേക വിഷത്താൽ വിഷബാധിതനായോ എന്നുള്ളതാണ് പ്രശ്നം. ആ വിഷം ബാധിതരായ മറ്റാളുകൾ ഇതിൻ്റെ അതേ ലക്ഷണങ്ങൾ കാണിച്ചു എന്നതൊരു തെളിവാണ്. അപ്പോൾ ഒരു സയനൈഡ് കഴിച്ച ഒരാൾ ഇങ്ങനെ മരിക്കുന്നു, അപ്പോൾ വിദഗ്ധൻ പറയുകയാണ്, സാർ സയനൈഡ് കഴിക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെയാണ് മരിക്കുന്നത്, അപ്പോൾ അതൊരു തെളിവാണ്. ഒരു കടൽ ഭിത്തിയാലാണോ ഒരു തുറമുഖത്തിന് തടസ്സമുണ്ടായതെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരിടത്തൊരു കടൽ ഭിത്തി കെട്ടി, അപ്പോൾ ആ ഭിത്തി കെട്ടിയപ്പോൾ കടലിന് തടസ്സമുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയുള്ള കടൽ ഭിത്തി ഇല്ലാത്തതും എന്നാൽ മറ്റു സംഗതികളിൽ അതേപോലെ സ്ഥിതി ചെയ്യുന്നതുമായ മറ്റു തുറമുഖങ്ങൾക്ക് ഏതാണ് അതേ സമയത്ത് തടസ്സമുണ്ടാകാൻ തുടങ്ങിയെന്നത് പ്രസക്തമാണ്. അപ്പോൾ കടൽ ഭിത്തി കെട്ടിയത് കൊണ്ടാണ് കടലിന് തടസ്സമുണ്ടായത്, തുറമുഖത്തിന് തടസ്സമുണ്ടായെന്ന് വാദം വന്നു. അപ്പോൾ ഒരു കൂട്ടർ എന്ന് വാദിക്കുന്നു, കടൽ ഭിത്തി കൊണ്ടല്ല ഇവിടെ പ്രശ്നമുണ്ടായത്. അപ്പോൾ എങ്ങനെ തെളിയിക്കാം? അത് കടൽ ഭിത്തി ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇതേ സമയത്ത് ഈ ബ്ലോക്ക് ഉണ്ടായി, അപ്പോൾ തെളിയിച്ചില്ല. കടൽ ഭിത്തി ഉള്ള സ്ഥലത്ത് മാത്രമല്ലല്ലോ ബ്ലോക്ക്, ഇല്ലാതിരുന്ന സ്ഥലത്തും ബ്ലോക്ക് ഉണ്ടായി, അപ്പോൾ കടൽ ഭിത്തി അല്ല പ്രശ്നം. 41
കൈപ്പടയെക്കുറിച്ചും കയ്യൊപ്പിനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പ്രസക്തം. ഒന്നുമില്ല, ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണം കേട്ടോ. അപ്പോൾ വിദഗ്ധൻ കൈപ്പട എന്നാണ് ഏതെങ്കിലും രേഖ ഒരാൾ എഴുതിയതാണോ ഒപ്പുവെച്ചതാണോ എന്ന് കോടതിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരാളുടെ അഭിപ്രായം പ്രസക്തമാണ്, അത്രയേ ഉള്ളൂ. കൈപ്പടയോ കയ്യൊപ്പിനെ കുറിച്ചും അറിയാവുന്ന ഒരാളുടെ അഭിപ്രായം പ്രസക്തമാണ്, അത്രയേ ഉള്ളൂ. ഉണ്ടോ? ഡൽഹിയിലെ ഒരു കച്ചവടക്കാരനായ എയുടെ കൈപ്പടയിലുള്ളതാണോ ഒരു കത്ത് എന്നുള്ളതാണ് പ്രശ്നം. എയെ സംബോധന ചെയ്തിട്ടുള്ളതും ആ കത്ത് എഴുതിയതുമായ ഒരാൾ പറയാണ്, ഇത് സ്ഥിരമായിട്ട് അയാൾ പറയാണ്, ഞാൻ ഇത് സ്ഥിരമായിട്ട് കാണുകയാണ്, അപ്പോൾ ഇയാൾ തന്നെയാണ് ഈ കത്ത് എഴുതിയതെന്ന് പറയുകയാണെങ്കിൽ അത് തെളിവാണ്. ഇനി എ എഴുതിയതാണെന്ന് കരുതപ്പെടുന്ന കത്തുകൾ അത് സംബന്ധിച്ച് അയാളുമായി ആലോചിക്കുന്നതിനായി ബി പതിവായി സമർപ്പിക്കാറുള്ള തൻ്റെ ദല്ലാളാണ് ഡി. വേറെ ഒന്നുമല്ല, ഈ രണ്ടും കൈപ്പടകളുമായി ബന്ധപ്പെട്ട് ഒരാൾ പറയാണ്, ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് സാർ, ഇയാളുടെ കൈപ്പട തന്നെയാണിത്, ഞാനിത് കാണുകയാണ് എന്ന് പറയുന്നതൊക്കെ കൈപ്പടയാണ്. ഏതെങ്കിലും ഒരാളുടെ ഇലക്ട്രോണിക് ഒപ്പ് പോലും അവിടെ നമുക്ക് തെളിയിക്കാം. ഇലക്ട്രോണിക് ഒപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ, അതും തെളിയിക്കാം. ഇനി പൊതുവായ ആചാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ അസ്തിത്വത്തെക്കുറിച്ചുള്ള അഭിപ്രായം. ആചാരം, ഏതെങ്കിലും പൊതുവായ ആചാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ അസ്തിത്വത്തെക്കുറിച്ച് കോടതിക്ക് ഒരു അഭിപ്രായം പറയേണ്ടതുള്ളപ്പോൾ അങ്ങനെയുള്ള ആചാരമോ അവകാശമോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാനുള്ള അഭിപ്രായങ്ങൾ പ്രസക്തമാകുന്നു. അപ്പോൾ എന്താണ് ആചാരം? ഒരു കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുവാൻ ഒരു ഗ്രാമത്തിലെ ഗ്രാമവാസികൾക്ക് അവകാശമുണ്ടെന്ന് ഇതിനകത്ത് വരുന്നു. പൊതുവായ ആചാരം, പൊതുവായ അവകാശം. ഒരു ക്ഷേത്രത്തിൽ ഒരു ആചാരം നടക്കുന്നു, അതിപ്പോൾ അങ്ങനെ വച്ചു പോരുന്നു, എന്തുകൊണ്ടാണ്? അതൊരു കോടതി അംഗീകരിച്ചു കൊടുക്കും. കാരണം പണ്ട് മുതലേ അവരുടെ ആചാരം അങ്ങനെയാണ്, അതുകൊണ്ട് നടത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതുപോലെ പൊതുവായ ഒരു കിണർ ആരുടേതാണ്, വെള്ളം ഉപയോഗിക്കാൻ ഗ്രാമത്തിലെ നിവാസികളുടെ അവകാശം പോലും ഇതിൽ വരുന്നു. 43 വഴക്കങ്ങൾ, സിദ്ധാന്തങ്ങൾ മുതലായവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ജനനികായം, അമ്മ അല്ലെ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെയോ വഴക്കങ്ങളിൽ, ഇപ്പം പറഞ്ഞില്ലേ ചില തറവാടുകളിൽ ഇപ്പോഴും പല തരം ആഭിചാരങ്ങളും ഇതൊക്കെ നടത്തുന്നുണ്ടാവാം, പണ്ട് മുതലേ ഉള്ളത്. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്, അതൊന്നും മറ്റൊരാൾ ഇടപെടേണ്ട കാര്യമില്ല. അതുപോലെ ഏതെങ്കിലും മതസ്ഥാപനത്തിൻ്റെയോ ധർമ്മസ്ഥാപനത്തിൻ്റെയോ ഘടനയും ഭരണത്തെക്കുറിച്ചൊന്നും ആരും ഇടപെടേണ്ട. അപ്പോൾ ഓരോ മതത്തിനും അവരുടേതായ ഭരണങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതങ്ങനെ തുടർന്ന് പോവുകയാണ്, മനസ്സിലായി? അതൊക്കെ തെളിവ് വിദഗ്ധൻ പറയുകയാണ്. വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, പണ്ട് മുതലേ ഉള്ളവർ പറഞ്ഞു പോകുന്നത് അതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. അതാണ് ഒരു പ്രത്യേക ജില്ലകളിലോ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളിലോ ഉപയോഗിക്കുന്ന വാക്കുകളുടെയോ പ്രയോഗങ്ങളുടെയോ അർത്ഥത്തെക്കുറിച്ച് കോടതിക്ക് അഭിപ്രായം പറയാം. അപ്പോൾ പല ജില്ലകളിൽ ഒരു വാക്കിനെ കുറിച്ച് പല അർത്ഥമായിരിക്കും പറയുന്നത്. ഒരു ജില്ലയിൽ ഉപയോഗിക്കുന്ന വാക്ക് മറ്റൊരാൾ ചിലപ്പോൾ മോശം പദമായിരിക്കാം, അതൊക്കെ ഇവിടെ തെളിവായിട്ട് എടുക്കാം. 44 ബന്ധുത്വം സംബന്ധിച്ചുള്ള അഭിപ്രായം. പറഞ്ഞല്ലോ, ഒരാൾക്ക് മറ്റൊരാളുള്ള ബന്ധുത്വത്തെക്കുറിച്ചുള്ള കോടതിക്ക് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിനുള്ളപ്പോൾ അയാളെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലോ മറ്റുള്ളവർ അയാളെ അങ്ങനെയാണ് പെരുമാറുന്നത്, അയാൾ അച്ഛൻ എന്ന നിലയിൽ പെരുമാറുന്നു, അയാളെ മകൻ എന്ന നിലയിൽ പെരുമാറുന്നു, ഇത് തന്നെയാണ് ബന്ധുത്വം. ഇതൊക്കെ എന്തിനാണ് പഠിക്കാൻ തന്നതെന്ന് പോലും നമുക്കറിയില്ല, അത്രയും വെറുതെ തന്നതാണ്. ഓക്കെ, ഇനി 45 നമ്മൾ 39 പഠിച്ചല്ലോ വിദഗ്ധന്മാരുടെ അഭിപ്രായം. 40 പറഞ്ഞല്ലോ ഇതെങ്ങനെ മറ്റതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി 45 ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ വിദഗ്ധൻ തൻ്റെ അഭിപ്രായം പറയണം. നമ്മൾ നേരത്തെ 39 പഠിച്ച വിദഗ്ധൻ എന്താ ചെയ്തേ? വേറൊരു കടൽ ഭിത്തിയിൽ വേണ്ട വേറൊരു എക്സാമ്പിളാണ് പറഞ്ഞു. പക്ഷെ ഇനി കോടതി ചോദിക്കും നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ആളുടെ അഭിപ്രായം പ്രസക്തമായിരിക്കുമ്പോഴെല്ലാം അങ്ങനെയുള്ള അഭിപ്രായത്തിന് അടിസ്ഥാനമായ കാരണങ്ങളും പ്രസക്തമാകുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളുടെ കാരണം എന്താണ്? ഒരു വിദഗ്ധന് തൻ്റെ അഭിപ്രായം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി താൻ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ ഒരു വിവരണം നടത്താം. കണ്ടോ, താൻ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ വിവരം അവിടെ നടത്താം, അപ്പോൾ അത് തെളിയിക്കാം. ഇത്രയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ 39 പഠിക്കുമ്പോൾ അത് വിദഗ്ധന്മാരുടെ അഭിപ്രായം. 40 മറ്റു സംഗതികളുമായി ബന്ധപ്പെട്ട അഭിപ്രായം. ഓക്കെ, ഇനി 45 എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായങ്ങൾ മറ്റതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അതായത് അയാൾ തന്നെ ചെയ്തിട്ടുള്ള മറ്റ് എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട സെക്ഷൻ ഞാൻ പറയുന്നു. 22, 23 നന്നായിട്ട് പഠിക്കുക. 26 നന്നായിട്ട് പഠിക്കുക, വളരെ വളരെ നന്നായിട്ട് പഠിക്കുക. മരണമൊഴി പഠിക്കണം. 39, 40, 45 ഇത്രയും നന്നായിട്ട് വായിച്ചോളൂ. ഇത്രയുമാണ് ഭാരതീയ സാക്ഷ്യാധീനം. ബാക്കിയുള്ളതൊക്കെ ഞാൻ വായിച്ചു കിട്ടാൻ കാരണം അത് ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി. ഇതൊക്കെയും തെളിവാണ്. മാപ്പ് തെളിവാണ്, വിജ്ഞാപനം തെളിവാണ്, സർക്കാർ ഉത്തരവ് തെളിവാണ്, ഇത് വിദേശ നിയമം തെളിവാണ്. ഇതൊക്കെ തെളിവാണെന്ന് മാത്രം പറഞ്ഞു പോയാൽ മതി. ഓക്കെ, താങ്ക് യു.